നമുക്ക് ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് കോൺഷ്യസ് മൈൻഡും രണ്ടാമത്തത് സബ് കോൺഷ്യസ് മൈൻഡും. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ കയ്യിൽ വെറും 10% മാത്രമേ പവർ ഉള്ളൂ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കയ്യിൽ 90% പവറും നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിന്തിക്കാനുള്ള കഴിവ്, തർക്കിക്കാനുള്ള കഴിവ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള ഒരു തരത്തിലുള്ള കഴിവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യില്ല, എന്നാൽ 24 മണിക്കൂറും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അനലിറ്റിക്കൽ മൈൻഡ് എന്ന് വിളിക്കാം, എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ക്രിയേറ്റീവ് മൈൻഡ് എന്ന് വിളിക്കാം. നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡാണ്, എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഗോളും തന്നെ സെറ്റ് ചെയ്യാൻ അറിയില്ല. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ്, എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സ്വപ്നം കാണിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്നിരുന്നാലും 10% മാത്രം പവറുള്ള കോൺഷ്യസ് മൈൻഡ് ബോസും 90% പവറുള്ള സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ സർവൻറ്റുമാണ്.